പ്രണവിനെയും കാണുന്നില്ല, ആ പ്രിയയും കാണുന്നില്ല. ഇവർ രണ്ടുപേരും ഇത് എവിടെ പോയിരിക്കുക? പ്രണവ് എന്താ ഇതുവരെ വരാത്തത്? അവന്റെ വിശ്വാസത്തിലാണ് ഞാൻ എല്ലാവർക്കും സമാധാനം കൊടുത്തത്. ഇപ്പൊ അവന്റെ ഒരു അറിവുമില്ല. എനിക്ക് ശരിക്കും പേടിയാവുന്നു. പ്രണവ് പ്രണവ് എവിടെയാണെന്ന് എവിടെയാണ്? എനിക്കറിയാം. കൊള്ളാലോ, നീയും പ്രണവിനെ തന്നെയല്ലേ തിരയുന്നത്? ഞാനും അവനെയാ നോക്കുന്നത്. എനിക്കറിയില്ല, എനിക്ക് നിന്നോടുള്ള ഫീലിങ്സ് തന്നെയാണോ നിനക്ക് എന്നോടുള്ളതെന്ന്. എന്താ? അല്ല, നമ്മൾ രണ്ടുപേരും പ്രണവിനെയല്ലേ തിരഞ്ഞത്? നിഖിൽ ഇതുവരെ ജോലി ചെയ്ത് കാണില്ലേ? അവനാണെങ്കിൽ ഫോണും ചെയ്യുന്നില്ല. തനു, നീ ഇവിടെ ഫോണും നോക്കി നിൽക്കുകയാണോ? അങ്ങോട്ട് നോക്ക്. ദേ അവിടെ ആ പ്രിയ അബിയെ വശത്താക്കാൻ നോക്കുന്നത് കണ്ടില്ലേ? നോക്ക്, അവരെത്ര സീരിയസ് ആയിട്ടാ സംസാരിക്കുന്നത്. ചെന്നവരെ തടയേ. ഇന്നത്തെ ഈ ഫംഗ്ഷൻ തീരുന്നത് വരെ നീ അബിയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. എങ്കിലേ പ്രിയ ഇനി അവന്റെ അടുത്ത് വരാതിരിക്കൂ. മനസ്സിലായോ? ഞാനിപ്പോ വരാം. നീ പ്രണവിനെ എന്തിനാ അന്വേഷിക്കുന്നത്? എനിക്കത് സാറിന് എന്താ ആവശ്യമുള്ളത്? അത് ഇന്ന് എൻ്റെയും പ്രണവിൻ്റെയും ഫ്രണ്ട്ഷിപ്പ്, അതൊക്കെ പിന്നെ പറയാം. നീ പ്രണവിനെ ആദ്യം ഒന്ന് വിളിച്ചേ. ഞാൻ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. അബി നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അത് ഞങ്ങൾ പ്രണവിനൊന്ന് ഫോൺ ചെയ്യായിരുന്നു. മമ്മിക്ക് എന്തോ അർജന്റായി സംസാരിക്കാനുണ്ട് നിന്നോട്. ശരി, നീ പൊയ്ക്കോ, ഞാൻ വന്നോളാം. ഇപ്പൊ വേഗം ചെല്ല്, മമ്മിക്ക് ഇപ്പൊ തന്നെ സംസാരിക്കണമെന്ന്. ഞാൻ പ്രണവിനെ ഫോൺ ചെയ്തിട്ട് വരാം. വാ. നിഖിൽ ഇതുവരെ ജോലി ചെയ്ത് കാണില്ലേ? അവനാണെങ്കിൽ ഫോണും ചെയ്യുന്നില്ല. ഇത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുക. അബിയുടെ റിയാക്ഷൻ എന്തായിരിക്കും? എന്തായാലും ഞാനിത് അബിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റിൽ വെച്ച് ഏറ്റവും സ്പെഷ്യലാണ്. ഇത് അബിയുടെ റൂമിൽ വെച്ച് കഴിയുമ്പോൾ അവൻ ഈ ഫോട്ടോ കാണുന്ന സമയത്തെല്ലാം അവൻ ഒരിക്കലും അവൻ്റെ മനസ്സിലുള്ള ഫീലിങ്സിനെ തടയാൻ പറ്റില്ല. ഓ ഓ ഐ എം സോറി. പ്രിയ നമ്മുടെ വഴിയിലെ മുള്ളാണ്, പ്രണവാണെങ്കിൽ നമ്മുടെ വഴിയിലെ കല്ലും. ആദ്യം നമുക്ക് പ്രണവിനെ മാറ്റണം. പ്രണവ് വഴിയിൽ നിന്ന് മാറിയാൽ പ്രിയ തകർന്നു പോകും. അവൾക്ക് ഒറ്റയ്ക്ക് എൻ്റെ കല്യാണം തടയാൻ കഴിയില്ല. പാവം പ്രണവ്. ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ അന്ന് തന്നെ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് കാരണം എക്സ് ഫ്രണ്ടിന്റെ കൈകൊണ്ട് മരിക്കാനാണ് അവന്റെ വിധി. ഫ്രണ്ട്ഷിപ്പ് തന്നെ മരണത്തിന്റെ കാരണമായാൽ അതിനേക്കാൾ വലിയ ദുരന്തം മറ്റൊന്നുമില്ല. എടുത്തോ. ഈ പ്രണവ് എന്താ ഇതുവരെ വരാത്തത്? ഇനി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ? ഫോൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതാരാ വിളിക്കുന്നത്? ചേച്ചി തന്നെ ആയിരിക്കും. എടുത്ത വഴക്ക് പറയും, ഇതുവരെ എത്താത്തെന്തെന്നും പറഞ്ഞ്. എന്തായാലും നേരെ പോയി ഈ ഗിഫ്റ്റ് അങ്ങ് കയ്യിൽ കൊടുക്കാം. അപ്പോൾ ആ ദേഷ്യം എല്ലാം മാറിക്കോളും.
നീ മരിച്ചിട്ടില്ല പ്രണവ്. നീ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ ദിവസം ഒരു ഫ്രണ്ടിന് വേണ്ടി സമാധിയാവുകയാണ്. നിന്റെ മരണം ആരും ഓർത്തില്ലെങ്കിലും ഞാൻ ഉറപ്പായിട്ട് ഓർത്തു വയ്ക്കും. പ്രണവ് എന്താ ഫോൺ എടുക്കാത്തത്? അവൻ അറിയില്ലേ ഇവിടെ വരേണ്ടത് വലിയ അത്യാവശ്യമാണെന്ന്? എന്താ അവസാനത്തെ ശ്വാസമാണ് നിനക്കുള്ളത്. എന്തിനാ ഇങ്ങനെ പെടക്കുന്നത്? സന്തോഷത്തോടെ മുകളിലേക്ക് പോണ വേണ്ട. ശരി, നീ എന്തായാലും പറ, നീ എവിടെ പോവായിരുന്നു? ആടാടാടാ, എടാ നിന്റെ ഗിഫ്റ്റ് അടിപൊളിയാണല്ലോ. ആ, ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിട്ട് നീ നിന്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ പോയതാണല്ലേ? ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് തെളിയിക്കായിരുന്നല്ലേ? പറയാതെ വയ്യട്ടോ, നിന്റെ ഗിഫ്റ്റ് വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ നിന്റെ ഐഡിയയും ചിന്തയൊന്നും നിന്റെ ഗിഫ്റ്റിന് അത്ര നല്ലതല്ല. ശരിക്കും വൃത്തികെട്ടതും അനാവശ്യവുമാണ്. ദേ നോക്ക്, നിനക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോഴേക്കും അഭിയും പ്രിയയും തമ്മിൽ വീണ്ടും ഒന്നിക്കുന്നു? അഭി പ്രിയയോട് ഐ ലവ് യു പറയുന്നു, എന്നിട്ട് അവൻ തനുവിനെ ഉപേക്ഷിക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ട് നിനക്കെന്താ കിട്ടിയത്? നോക്ക്, നിന്റെ അവസ്ഥ നോക്ക്. ആ, നിന്റെ അവസ്ഥ തന്നെയാണ് നിന്റെ ഗിഫ്റ്റിനും ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. ഇതിനിപ്പോ ആരെയും കാണിക്കാനും കൊള്ളില്ല, ആർക്കും കാണാനും കൊള്ളില്ല. അധിക സമയമൊന്നുമില്ല, വേഗം മരിക്കും. വേഗം മരിച്ചോളൂ എന്നേ. മുകളിലാണെങ്കിൽ ബുൾബുൾ നിന്നെ കാത്തിരിക്കുക, കൂടെ ഒരുമിച്ചിരുന്ന് പോപ്കോൺ കഴിക്കാൻ. പിന്നെ ഇവിടെ ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഏറ്റവും ആദ്യം ഞാൻ തനുവിൻ്റെയും അബിയുടെയും കല്യാണം നടത്തും. അതിനുശേഷം ഞാൻ പ്രിയയെ അവളുടെ വീട്ടിലേക്ക് തിരികെ അയക്കും. പിന്നെ തനു ആയിരിക്കും അബിയുടെ ഭാര്യ. പിന്നെ പ്രിയ അവള് പോട്ടടാ, നീ എന്തിനാ ടെൻഷൻ ആവുന്നേ? നിന്റെ ഈ അവസാനത്തെ ആഗ്രഹം നീ മുകളിൽ പോയിട്ട് പൂർത്തിയാക്കിയാൽ മതി. ഞാൻ പോവാണേ. പ്രണാമം. ഇനി ഞാൻ പോവാണ്. ഇനി അടുത്ത ജന്മത്തിൽ നമുക്ക് കാണാം. ഹാവ് എ പീസ്ഫുൾ ഡെത്ത്. എല്ലാം നന്നായിട്ടുണ്ട്. ഓ നമസ്കാരം. നമസ്കാരം. ആൻറ്റി എന്നെ വിളിച്ചായിരുന്നു? അതെ മോനെ, ഞാൻ വിളിച്ചിരുന്നു. മോനെ, ഇത് ഇന്ന് എന്ത് ഡ്രസ്സായിട്ടിരിക്കുന്നേ? ഐ മീൻ, ഇന്ന് നിങ്ങളുടെ ഹൽദി അല്ലേ? സോ ഡോണ്ട് യു തിങ്ക് ഹൽദിയിൽ ഒരു വെറൈറ്റി ഉള്ള ഡ്രസ്സല്ലേ ഇടേണ്ടത്? ഈ ഫംഗ്ഷന് മാച്ച് ആവുന്ന ഡ്രസ്സ് എങ്കിലല്ലേ ഒരു രസമൊക്കെ ഉണ്ടാവൂ. നീ ഒരു കാര്യം ചെയ്, മുകളിൽ ചെന്നിട്ട് ഇപ്പൊ തന്നെ ഒരു വൈറ്റ് കളർ ഡ്രസ് ഇടും. That would be just perfect. ഇതിനിപ്പോ എന്താ ആൻറ്റി കുഴപ്പം? Come on മോനെ, എനിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തൂടെ? ഞാൻ നിന്റെ റൂമിൽ ആ ഡ്രസ്സും വെച്ചിട്ടുണ്ട്. Come on Abhi, be a good boy. Yeah? How sweet.
മൈഥിലി എടുത്തി. ഏയ് സൈഡ് 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 ദേ വരുന്നു. ഇതൊന്ന് പിടിച്ചേ 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 പിടിച്ചേ. ടൈം വേണം നിങ്ങൾക്ക്. എപ്പോഴും വെയിറ്റ് ചെയ്യാം. ഈ രണ്ട് തലവും ഞാൻ എന്റെ സ്വന്തം കൈ കൊണ്ട് എടുത്ത് ആ ഉണ്ടാക്കിയതാ. സൈഡിലോട്ട് മാറി നിൽക്കും. വേഗം വേഗം. സോറി. ഏട്ടൻ എവിടെയാ? ഇവിടെ കാണുന്നേ ഇല്ലല്ലോ. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയത്. ബൈ ദ വേ ഗൈസ്, ഐ എം സോ എക്സൈറ്റഡ്. ഈ തട്ടം ഏട്ടനുള്ളതാ. ഇത് തനുവിന് വേണ്ടി. എക്സ്ക്യൂസ് മീ, സോറി. ചേച്ചി, ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കുക. ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ഈശ്വരൻ എന്ത് ചെയ്യാനാ? ഈശ്വരൻ എന്താ ആഗ്രഹിക്കുന്നത് എനിക്കറിയില്ല. നേരത്തെയൊക്കെ തോന്നിയിരുന്നത് ഈശ്വരൻ എൻ്റെ കുട്ടികൾക്കൊപ്പമാണെന്നാ. ഇപ്പൊ തോന്നുന്നു ഈശ്വരൻ ഇവരുടെ കൂടെയാണെന്ന്. എൻ്റെ മനസ്സ് വല്ലാതെ പിടയുന്നു ഇന്ദു. ഇനി അഥവാ ഈ ഹൽദി നടന്നാൽ എന്തായാലും കല്യാണവും നടക്കില്ലേ? വരൂ ഏട്ടാ, ഇരിക്കും. ആന്റി, ഐ മസ്റ്റ് സേ ഇറ്റ്സ് എ ബ്രില്യന്റ് ഐഡിയ. ഹൗ സ്റ്റണ്ണിംഗ് ഈസ് ഹി ലുക്കിംഗ്? നന്നായിട്ടുണ്ടല്ലേ? വളരെ നന്നായിട്ടുണ്ട്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. സത്യം, നിന്നെ കാണാൻ വളരെ ഹാൻസം ആയിട്ടുണ്ട്. ആൻഡ് ഐ എം ഷുവർ ഈ ഹൽദിയും കൂടെ കഴിയുമ്പോൾ കുറെ കൂടി ഹാൻസം ആവും. ആകെ പെട്ടുപോയല്ലോ. ഒന്നാമത് ഇറിറ്റേറ്റഡ് ആണ്. പോരാത്തതിന് തനുവിൻ്റെ അമ്മയുടെ വക വേറെ. ഞാൻ കരുതിയത് പ്രണവ് വന്ന് ഈ ചടങ്ങുകൾ തടയുമെന്ന്. പക്ഷെ അവനില്ലാതെ എൻ്റെ ബുദ്ധിയും വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഈ പ്രിയയും വളരെ ടെൻഷനിലാണല്ലോ. അപ്പോൾ ഈ ഹൽദി നടക്കുന്നത് അവൾക്ക് അത്ര ഇഷ്ടമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രണവ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൺഫ്യൂഷൻ ഒഴിവാക്കി തന്നേനെ. പക്ഷെ അവൻ എന്താ വരാത്തെ? ആന്റി, എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ? ടൈമായി. ഇത് വാങ്ങും, ചടങ്ങിനുള്ള തട്ടം. ഇനി ഹൽദി എടുത്ത് ഏട്ടന് തേച്ചു കൊടുക്ക. അത് കഴിയുമ്പോ ഏട്ടൻ എന്ത് ഗ്ലോ ആയിരിക്കും കാണാം, അല്ലേ ഏട്ടാ? Why so shy? He's already glowing so much. ഇനി ഏട്ടനെ വിട്. തനുവിനെ നോക്ക്, അവളെ ശരിക്കും ഗ്ലോ ചെയ്യുക. ഐ മീൻ, ഇപ്പോഴേ ഇത്ര ഗ്ലോ ആണെങ്കിൽ കല്യാണം കഴിഞ്ഞ പിന്നെ എന്തായിരിക്കും? ശരിയല്ലേ ഏട്ടാ? അത് മാത്രമല്ല ആന്റി, 6 ദിവസം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പഴയ ബന്ധങ്ങളും പഴയ കാര്യങ്ങളും എല്ലാം അവസാനിക്കും. I'll just be back. എനിക്ക് പ്രിയയുടെ വിഷമിച്ച മുഖം കാണാൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒന്നും നല്ലതായി തോന്നുന്നില്ലല്ലോ. മനസ്സിലൊന്ന്, ചെയ്യുന്നത് മറ്റൊന്ന്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ തന്നെ ഈ ഹൽദി വേണ്ടാന്ന് പറയാനാ. പ്രിയയോട് പോയി അവൾക്ക് എന്താ പറ്റിയെന്നൊന്ന് ചോദിച്ചാലോ? മതി, ഇനി എനിക്ക് വയ്യ. എനിക്കതൊന്നും നടക്കുന്ന കാണാൻ വയ്യ. ഞാൻ ഇവിടുന്ന് പോവുക. അപ്പൊ പ്രിയ തോൽവി സമ്മതിച്ചു. നല്ലതാണ്. ഹൽദിയിൽ നിന്ന് പോകുന്നു. കല്യാണത്തിനും വരാതിരുന്നാ മതിയായിരുന്നു.
ബലൂണെ, നിനക്കെന്തെങ്കിലും പറ്റിയോ? നിന്റെ ഡ്രസ്സ് മൊത്തം കേടായാലോ? നീ ഒരു കാര്യം ചെയ്യ്, ഇത് പോയി ചേഞ്ച് ചെയ്തിട്ട് വാ. ചെല്ല് ചെല്ല്, പെട്ടെന്നോട്ടെ. ബലൂണെ, ഞാനും അങ്ങോട്ട് വരാം. ബലൂണെ, നീ എവിടെ നോക്കി നിൽക്കുമായിരുന്നു? നിന്റെ ഡ്രസ്സ് മുഴുവൻ കേടായില്ലേ? അപ്പൊ സാറിന്റെ ശ്രദ്ധ എവിടെയായിരുന്നു? ദേ ഞാൻ dress- നിന്നെ നോക്കുമായിരുന്നു. ആയയുടെ കയ്യിൽ നിന്ന് ആ തട്ടം തെറിച്ചു പോയില്ലേ? ആ സമയത്ത് ഞാൻ നോക്കിയപ്പോ സാധനങ്ങളൊക്കെ നിന്റെ ദേഹത്ത് വീഴാൻ പോകുന്നു. അതുകൊണ്ടാണ് എൻ്റെ ശ്രദ്ധ ഞാൻ പോലും അറിയാതെ നിന്നിലോട്ടായത്. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? എത്രയും പെട്ടെന്ന് വൃത്തിയാക്കാൻ നോക്കാം. ഒരു സെക്കൻഡ്, തിരിഞ്ഞ് നീ ഇങ്ങോട്ട് തിരിഞ്ഞ്. ഞാൻ ഒരുപാട് മോഡൽസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിന്നേക്കാൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. സൗന്ദര്യവും സ്വഭാവവും നിഷ്കളങ്കതയും മറ്റാരിലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. സാർ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. എന്താ? എനിക്ക് തോന്നി സാർ എന്നെ കുറിച്ച് എന്തോ പറഞ്ഞൂന്ന്. ഇനി ശരിക്കും ഞാൻ പറഞ്ഞത് ഇവള് കേട്ടായിരുന്നു. ആക്ച്വലി എനിക്ക് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനാവും. എന്നുവെച്ചാ? എന്നുവെച്ചാ സാർ ഇപ്പം മനസ്സിൽ ചിന്തിക്കുന്നത് എനിക്ക് അറിയാനാവൂന്ന്. നിനക്ക് ഇതൊക്കെ എങ്ങനെ കേൾക്കാൻ കഴിയുന്നത്? കാരണം ഞാൻ സാറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. ഒരു നല്ല സുഹൃത്തായിരിക്കുമ്പോ സാറിന്റെ മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് കഴിയണ്ടേ? ആണോ? അങ്ങനെയാണോ? ഒരു സെക്കൻഡേ. ദാഹിക്കുന്നല്ലോ. ആദ്യം കുറച്ച് വെള്ളം കുടിച്ചാലോ? വെള്ളം കുടിക്കണ്ട, ഞാൻ ജ്യൂസ് കൊണ്ടുവരാലോ. ഏയ്, ഒരു സെക്കൻഡ്. നിനക്കെങ്ങനെ മനസ്സിലായി? ഒരു പ്രാവശ്യം കൂടി നോക്കിയാലോ? ഈ പൂക്കൾ വളരെ മനോഹരമായിട്ടുണ്ടല്ലോ. പൂക്കളെല്ലാം നല്ല ഭംഗിയുള്ളതാ. നിനക്കെങ്ങനെ മനസ്സിലായി? ഞാൻ ഒരു കാര്യം ചെയ്യും, നീ ഒന്ന് കണ്ണടച്ച്, എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കണ്ണടയ്ക്ക്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നിന്റെ കണ്ണൊന്ന് അടയ്ക്കാൻ. ഓക്കെ. ഇവൾക്ക് ശരിക്കും മനസ്സുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടല്ലോ. എന്താ ചെയ്യുക? ഇവളോട് ചോദിച്ചാലോ ഇവൾ എന്നെ പ്രണയിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്? ഇവളോടെല്ലാം തുറന്നു ചോദിച്ചാൽ എൻ്റെ പ്രോബ്ലം സോൾവ് ആവുകയും ചെയ്യും. എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു മറുപടിയും കിട്ടും. പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയില്ല. എല്ലാത്തിനും സൊല്യൂഷനും കിട്ടും. എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കിയാലോ? ഇനി നീ കണ്ണു തുറന്നോ.